ഇവനും കേട്ടത് മുഴുവൻ ഞങ്ങളുവന്നേ ഉള്ളൂ. ഇവർക്കൊക്കെ പിന്നെ എന്തു ആവാലോ. വേണ്ടപ്പിഷ്ടം പോലെ ഭക്ഷണം, സുഖമുള്ള സമയത്ത് കിടന്ന് ഉറക്കം. ഒന്ന് വലുതാവട്രാ, ഇഷ്ടം പോലെ പണിയെടുപ്പിക്കുന്നുണ്ട്. ഓക്കെ, സമയമായിട്ടുണ്ട്. കരച്ചിലിന്റെ ടോണ് മാറി തുടങ്ങി. കൊണ്ട കിടത്തി ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത ഉറങ്ങാനൊരു സാധ്യതയുണ്ട്. ഉറക്കക്ഷീണ യുവി ബോയ്ക്ക് മാത്രമല്ല എനിക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പണിക്ക് കിടക്കാം. ഒരു മുട്ട പുഴുങ്ങി തുടങ്ങാം. ഒന്നല്ല 6 വാങ്ങി തറവാട് കുടുംബാവുന്നൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഇനി ഒരു സവാളയും 1-2 വെളുത്തുള്ളിയും തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി ബാലയ്യ സ്റ്റൈലിൽ ഒരു കക്കരിക്ക എടുക്കാം. ഇതും ചെറിയ കഷ്ണാക്കി മുറിച്ചെടുക്കാട്ടോ. യുവി ഒരു മുട്ട റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ദേശി സ്റ്റൈൽ ടർക്കിഷ് എഗ് റെഡിയാക്കാട്ടോ. ഈ ടർക്കിഷ് എഗ് കഴിച്ച് ബോറടിച്ചു. ഒരു ചെറിയ മാറ്റാവാം. മാറ്റം എന്നൊക്കെ പറയുമ്പോ മുന്നത്തെ സിനിമയിലെ പ്രേംനസീർ ഉണക്കമുന്തിരി വെച്ച ആള് മാറില്ലേ, അതേപോലെ ചെറിയൊരു ടേസ്റ്റ് മാറ്റം. യോഗട്ടിൽ കുറച്ച് നമ്മൾ അരിഞ്ഞ സവാളയും കക്കരിക്കയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മുട്ട വെച്ചാൽ നമ്മുടെ ബേസ് റെഡി. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കസൂരി മേത്തിയും കൂടെ ബട്ടറിലൊന്ന് ചൂടാക്കിയെടുത്ത് അതും കൂടെ ആഡ് ചെയ്യാം. ഇനി കാണാനൊരു അലങ്കാരത്തിനും വായക്ക അലങ്കോലത്തിനും വേണ്ടി കുറച്ച് മല്ലിച്ചപ്പും കൂടെ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഒരു നാടൻ ടർക്കിഷ് എഗ് റെഡി. ഇത് സത്യം പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, ഈ ചപ്പാത്തിക്ക്